സ്റ്റാർ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ രുചികരമായിട്ടുള്ള ഒരു നാടൻ ചിക്കൻ കറിയാണ്. അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നാടൻ കറി ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഹോൾ സ്പൈസസ് ആണ്. ഒരു 10 വറ്റൽമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നല്ല എരിവുള്ള മുളകാണ്. പിന്നെ വേണ്ടുന്നത് 2 ഏലക്കായ, 2 ചെറിയ കഷ്ണം പട്ട, 1 കഷ്ണം തക്കോലം, 3 ഗ്രാമ്പൂ, 1.5 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ ഉലുവ, 1.5 ടീസ്പൂൺ മുഴുവനെയുള്ള കുരുമുളക്. പിന്നെ വേണ്ടുന്നത് മല്ലിയാണ്. ഞാനൊരു 4 ടേബിൾ സ്പൂൺ മുഴുവനെയുള്ള മല്ലി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ചൂടായ പാനിലേക്ക് വറ്റൽമുളക് ഒഴികെ ബാക്കിയുള്ളതെല്ലാം ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. നല്ലൊരു മണം വരുന്നത് വരെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. സ്പൈസസ് എല്ലാം ഈ പറഞ്ഞ കറക്റ്റ് അളവിനെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി ഉണ്ടാക്കാൻ പറ്റും. ഇത് നല്ലതായിട്ട് ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി എടുത്തു വെച്ച ആ വറ്റൽമുളകും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് നല്ല എരിവുള്ള വറ്റൽമുളകാണ്, അതുകൊണ്ട് ഞാൻ 10 എണ്ണമേ ചേർത്തിട്ടുള്ളൂ. ഇതിൻ്റെ കൂടെ കാശ്മീരി മുളകും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ചിക്കൻ കറിക്ക് നല്ലൊരു കളർ കിട്ടും കാശ്മീരി മുളകും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ. എൻ്റെ അടുത്ത് ഇപ്പോൾ അതില്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇവിടെ മുളക് നല്ലതായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അതും ഇനി പാനിൽ നിന്ന് നമുക്ക് മാറ്റി വെക്കാം. നല്ലതായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് വേണം ഇതൊന്ന് പൊടിച്ചെടുക്കാൻ. ഈ സമയം അതിന്റെ എരിവൊന്ന് നോക്കണം. എരിവ് കുറവായിട്ട് തോന്നുന്നെങ്കിൽ കുറച്ച് വറ്റൽമുളകും കൂടെ ഇതുപോലെ ഒന്ന് വറുത്ത് പൊടിച്ചങ്ങ് കൊടുത്താൽ മതി. ഇനി സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഞാനൊരു 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. മീഡിയം സൈസ് സവാളയാണിത്. 4-5 പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 10-15 അല്ലി വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടുന്നത് ചെറിയ ഉള്ളിയാണ്. അതൊരു 25 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു സവാളയും കൂടെ എടുത്താൽ മതി. നോൺ വെജ് കറിക്കൊക്കെ ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് ടേസ്റ്റ് കൂട്ടുന്നത്. പിന്നെ വേണ്ടുന്നത് കുറച്ച് കറിവേപ്പിലയും കൂടെയാണ്. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നാടൻ ചിക്കൻ കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇതിൽ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഞാൻ വെച്ചിരുന്നതാണ്. ഇനി ചിക്കൻ കറി ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ടൊരു സ്റ്റീലിന്റെ കടായിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചൂടായ കടായിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി അരിഞ്ഞു വെച്ച ആ സവാളയിട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള നല്ലതായിട്ടൊന്ന് മൂത്ത് നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരണം. ഇതിലേക്ക് ഇനി അരിഞ്ഞു വെച്ച ആ ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതും കൂടെ നല്ലതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആ പച്ചമുളകും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് ആ പൊടികളൊന്നും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. വറുത്ത പൊടിയായത് കൊണ്ട് ഇനി ഇത് വറുക്കേണ്ട കാര്യമില്ല. അതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇനി ഒരു ചെറിയ തക്കാളിയും കൂടി ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഇനി ആ ചിക്കൻ ഇട്ടൊന്ന് നല്ലതായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് മസാലയൊക്കെ ഒന്ന് യോജിക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഒരു 10 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ചിക്കനിൽ നിന്നും നല്ലതായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്.
നല്ലതായിട്ട് ഇളക്കിയതിന് ശേഷം പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കണം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതായിട്ട് ഒന്നും കൂടി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ചിക്കൻ വേകാൻ ആവശ്യമായ വെള്ളവും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1.5 കപ്പ് തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചിക്കൻ ഗ്രേവിയിൽ മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഉണ്ടായിരിക്കണം. കറി നല്ലതായിട്ട് തിളച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 25 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 25 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ചിക്കനൊക്കെ ഇവിടെ പാകത്തിന് വെന്തിട്ടുണ്ട്. കറി കുറച്ചും കൂടി ഒന്ന് വറ്റി വരാനുണ്ട്. നമുക്കിനി തുറന്നിട്ട് കുറച്ചു നേരം ഒന്ന് വറ്റിച്ചെടുക്കാം ഇത്. അപ്പോൾ ചിക്കനിലോട്ടൊക്കെ ആ ഗ്രേവി നല്ലതായിട്ടൊന്ന് പിടിക്കും. ചിക്കൻ കറി തിളയ്ക്കുന്നതിന്റെ നല്ലൊരു മണമാണ് വരുന്നത്. കറി ഇവിടെ നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ചിക്കനിലോട്ടൊക്കെ ആ മസാലയൊക്കെ നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട്. തുറന്നു വെച്ച് ഒരു 10 മിനിറ്റും കൂടിയാണ് എനിക്ക് വേണ്ടി വന്നത്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ചിക്കനിലെ മസാലയൊക്കെ വറുത്ത് പൊടിച്ച് ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു മണവും രുചിയുമാണ്. ഇത് ഞാൻ ഗ്യാരണ്ടി പറയുന്നു, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. മസാലയൊക്കെ ഞാൻ ഈ പറഞ്ഞ കറക്റ്റ് അളവിന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ചിക്കൻ കറി ഉണ്ടാക്കാൻ പറ്റും. തയ്യാറാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൊന്ന് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.